ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അള്ളാഹുവിൻ്റെ പേരുകളിൽ അതിപ്രധാനപ്പെട്ട യാ വഹാബു യാ അല്ലാ എന്ന പേര്. ആ പേരിൻ്റെ അർത്ഥം എന്താണ്, അത് പറഞ്ഞാൽ കിട്ടുന്ന നേട്ടം എന്താണ്? യാ വഹാബു യാ അല്ലാ എന്നാണോ അല്ലെങ്കിൽ യാ വഹാബ് എന്നാണോ പറയേണ്ടത്? ഇപ്പോൾ നിരവധി ആളുകൾ അസ്മാഉൽ ഹുസ്ന പറയാറുണ്ട്. ചില ആളുകൾ യാ അല്ലാ, യാ റഹ്മാൻ, യാ റഹീമു, യാ മലിക്കു, യാ ഖുദ്ദൂസു, യാ സലാമു അങ്ങനെ പറയുന്നവരുണ്ട്. ചില ആളുകൾ യാ റഹ്മാനു യാ അല്ലാ, യാ റഹീമു യാ അല്ലാ, യാ മലിക്കു യാ അല്ലാ, യാ ഖുദ്ദൂസു യാ അല്ലാ, അല്ലാ അല്ലാ എന്ന് ചേർത്ത് പറയാറുണ്ട്. കറക്റ്റ് ഏതാണ് ശരിയായ രൂപം? അല്ലാ എന്ന് ചേർക്കലാണോ അല്ലെങ്കിൽ അല്ലാ എന്ന് ചേർക്കാത്ത രൂപമാണോ? ഏതാണ് ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്നത് എന്ന് നിരവധി ആളുകൾ ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ആ കാര്യം നമുക്കൊന്ന് ചർച്ച ചെയ്യാം. മാത്രമല്ല യാ വഹാബു യാ അല്ലാ എന്നൊരു മനുഷ്യൻ പറഞ്ഞാൽ അവനിക്ക് കിട്ടുന്ന അമ്പരപ്പിക്കുന്ന ശ്രേഷ്ഠതകൾ, ആ ഇസ്മിൻ്റെ നിരവധി നേട്ടങ്ങൾ മഹത്തുക്കളായ പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ആ നേട്ടങ്ങൾ ഏതൊക്കെയാണ് നമുക്കൊന്ന് കേൾക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഇസ്മ മുറുകെ പിടിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. നിരവധി ആളുകൾ ഓരോ വീഡിയോകൾക്ക് താഴെയും നിരവധി കമൻറ്റ്, ഒരുപാട് ആവശ്യങ്ങൾ പറഞ്ഞ്, ഒരുപാട് ബുദ്ധിമുട്ടുകൾ പറഞ്ഞ്, ഒരുപാട് പ്രതിസന്ധികളും പ്രയാസങ്ങളും രോഗങ്ങളും പറഞ്ഞ് ദുആ വസിയത്ത് പറയാറുണ്ട്. കരുണാവാരിധിയായ പടച്ച തമ്പുരാൻ നമ്മുടെയൊക്കെ മനസ്സിലുള്ള എല്ലാ കാര്യവും അള്ളാഹു അറിയുന്നവനാണ്. നമ്മൾ മനസ്സിൽ ഒളിപ്പിച്ചു വെച്ച, രഹസ്യമാക്കിയ, പുറത്തു പറയുന്ന എല്ലാ കാര്യങ്ങളും അള്ളാഹു അറിയുന്നവനാണ്. നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു താല മാറ്റി തരുമാറാവട്ടെ. എല്ലാ പ്രതിസന്ധികളും അള്ളാഹു താല മാറ്റി എല്ലാവിധ ഖൈറും സന്തോഷവും നമ്മുടെ ജീവിതത്തിൽ നൽകട്ടെ. പ്രിയമുള്ളവരെ, അള്ളാഹുവിൻ്റെ പേരുകളിൽ ഒരു 7 പേര്, അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട 7 പേരുകൾ, ആ 7 പേരുകളുടെ മഹത്വവും അതിൻ്റെ ശ്രേഷ്ഠതയും അതിൻ്റെ അർത്ഥവും അത് പറഞ്ഞാൽ കിട്ടുന്ന നേട്ടവും ഒക്കെ വിശദമായി നമ്മൾ പറഞ്ഞ ഒരു വീഡിയോ മുമ്പ് നമ്മൾ ഇറക്കിയിരുന്നു. ഒരുപാട് പേര് അത് കണ്ടു. നമ്മൾ അതിൽ ഒരു ചോദ്യം ചോദിച്ചു, ഒരു അഭിപ്രായം ചോദിച്ചു. ഈ വീഡിയോ കാണുന്ന ഉമ്മമാരിലും ഉപ്പമാരിലും നിങ്ങൾ ഏറ്റവും കൂടുതൽ അസ്മാഉൽ ഹുസ്ന, അള്ളാഹുവിൻ്റെ 99 പേരുകളിൽ ഏത് പേരാണ് ജീവിതത്തിൽ പെട്ടെന്ന് പറയുന്നത്, എപ്പോഴും ഇങ്ങനെ നിത്യമായി പറയുന്ന പേരുകളിൽ ഏതാണ് എന്ന് ചോദിച്ചപ്പോൾ നിരവധി ആളുകൾ പറഞ്ഞ പേര് യാ വഹാബു യാ അല്ലാ എന്ന് ഞങ്ങൾ പറയാറുണ്ട് ഉസ്താദേ. അതുപോലെ തന്നെ യാ ലത്തീഫു യാ അല്ലാ എന്നും ഞങ്ങൾ പറയാറുണ്ട്. ഈ 2 ഇസ്മുകളാണ് ഞാൻ എടുത്തു നോക്കിയപ്പോൾ ഭൂരിഭാഗം ആളുകളും എഴുതിയിട്ടുള്ളത്. യാ വഹാബു യാ അല്ലാ, അതുപോലെ യാ ലത്തീഫ് യാ അല്ലാ. ഈ 2 ഇസ്മുകളാണ് ബഹുഭൂരിപക്ഷം ആളുകളും സ്ഥിരമായി പറയുന്നത്. നിസ്കാരങ്ങൾക്ക് ശേഷവും അല്ലാത്ത സമയത്തൊക്കെ പറയുന്ന ഇസ്മുകളിൽ പെട്ട ഒരു ഇസ്മാണ് യാ വഹാബു യാ അല്ലാ, അതുപോലെ യാ ലത്തീഫ് യാ. അതല്ലാതെ ഒരുപാട് ഇസ്മുകൾ പറയുന്ന നിരവധി ആളുകളുണ്ട്. അപ്പോൾ അള്ളാഹുവിൻ്റെ 99 പേരുകൾ ആർക്കൊക്കെ മനപ്പാടമുണ്ട് എന്ന് ചോദിച്ചപ്പോൾ അൽഹംദുലില്ലാ നിരവധി പേര് ഞങ്ങൾ മനപ്പാടമുണ്ട്, ഞങ്ങൾ എല്ലാ ദിവസവും ഓതുന്നുണ്ട്, അദ്കാറിൽ ഓതുന്നുണ്ട് എന്നൊക്കെ ഒരുപാട് പേര് പറയുന്നുണ്ട്. അൽഹംദുലില്ലാ. അല്ലാഹു തആല അസ്മാഉൽ ഹുസ്ന അത് മുഴുവനും മനപ്പാടമാക്കി അത് നിത്യമായി ചൊല്ലുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ ആ അസ്മാഉൽ ഹുസ്ന, അള്ളാഹുവിൻ്റെ 7 പേരുകൾ, ആ 7 പേരുകൾ വിശദമായി പറഞ്ഞ ആ ഒരു വീഡിയോക്ക് താഴെ ഒരു സഹോദരൻ പറഞ്ഞ ഒരു കമൻറ്റ്, അദ്ദേഹം എഴുതിയൊരു കമൻറ്റ്, ഉസ്താദെ യാ വഹാബു യാ അല്ലാ എന്ന് ഞാൻ പറയാറുണ്ട്. എന്നോട് എൻ്റെ പ്രതിസന്ധികൾ മാറാൻ വേണ്ടി ഒരു ഉസ്താദിനോട് ഞാൻ പറഞ്ഞു, ഉസ്താദിനോട് ദ്വാരക്കാൻ പറഞ്ഞു, ഉസ്താദെ ഒരുപാട് പ്രയാസമാണ്, കടമാണ്, നിങ്ങൾ ദ്വാരക്കണമെന്ന് പറഞ്ഞപ്പോൾ ആ ഉസ്താദ് എനിക്ക് പറഞ്ഞു തന്നത് യാ വഹാബു യാ അല്ലാ എന്ന് ഇസ്മു ഒരുപാട് വട്ടം ചൊല്ലാനാണ്. ഞാൻ അങ്ങനെ ചൊല്ലുന്ന സമയത്ത് എനിക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടായി, എൻ്റെ കടങ്ങൾ മാറി, കച്ചവടം ലാഭമുണ്ടായി എന്നൊക്കെ അദ്ദേഹം സന്തോഷ വാക്യങ്ങൾ അദ്ദേഹം ആ ഒരു കമന്റിൽ എഴുതിയിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഉസ്താദെ ഈ യാ വഹാബു യാ അല്ലാ എന്നതിൽ ഇനിയും ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്, അത് ഏതൊക്കെയാണ് എന്ന് ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇൻഷാ അല്ലാ നമുക്ക് യാ വഹാബു യാ അല്ലാ എന്ന അള്ളാഹുവിൻ്റെ അതിശ്രേഷ്ഠമായ ആ പേരിൻ്റെ മഹത്വവും അതിൻ്റെ ശ്രേഷ്ഠതയും എന്താണെന്നും അതിൻ്റെ അർത്ഥം എന്താണെന്നും അതെങ്ങനെയാണ് പറയേണ്ടത്, അത് ഏതൊക്കെ സമയത്താണ് നമ്മൾ പറയേണ്ടത് എന്നൊക്കെ വിശദമായി നമുക്കൊന്ന് പഠിക്കാം.
ആയിരിക്കാം. കാരണം നിരവധി ആളുകൾ ആ ഒരു പേര് പറയാറുണ്ട്, അല്ലെങ്കിൽ ആ പേര് ചിലപ്പോൾ മൈൻഡ് ചെയ്യാതെ ശ്രദ്ധിക്കാതെ പോകുന്ന ആളുകളുമുണ്ട്. ഇപ്പം നമ്മുടെ കൂട്ടത്തിൽ തന്നെ പേരിടുമ്പോൾ, നമ്മുടെ മക്കൾക്കൊക്കെ പേരിടുമ്പോൾ അള്ളാഹുവിൻ്റെ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട നിരവധി പേര് നമ്മുടെ മക്കൾക്ക് നമ്മൾ ഇടാറുണ്ട്. പക്ഷെ ഇന്നത്തെ കാലത്ത് വളരെ കുറവാണ്. പണ്ടൊക്കെ നമ്മുടെ വാപ്പയുടെ അല്ലെങ്കിൽ നമ്മുടെ വല്ലുപ്പാമാരുടെ പേരൊക്കെ നോക്കിയാൽ അബ്ദുൽ മജീദ് എന്നുണ്ട്, അബ്ദുൽ ഖാദർ, അബ്ദുൽ റഹ്മാൻ, അതുപോലെ തന്നെ അബ്ദുൽ വഹാബ്, അതുപോലെ അബ്ദുൽ കരീം, ഇങ്ങനെ ഒരുപാട് അള്ളാഹുവിൻ്റെ 99 പേരുകളിൽ ബഹുഭൂരിപക്ഷം പേരും നമ്മുടെ വല്ലുപ്പമാർക്കൊക്കെ ഉണ്ട്. പക്ഷെ ഇന്ന് നമുക്കതില്ല, നമ്മുടെ മക്കൾക്ക് നമ്മളത് ഇടാറില്ല. നമ്മളും അത് എന്താണ്, നമുക്ക് ആ പേരുണ്ടെങ്കിൽ നമുക്കൊരു ചമ്മലാണ്. മജീദ് അല്ലെങ്കിൽ കരീം, വഹാബ്, റസാഖ്, അതൊക്കെ ഒരു പഴഞ്ചൻ പേരാണ് എന്ന് നമ്മളിൽ ബഹുഭൂരിപക്ഷം ആളുകളും കരുതി വച്ചിരിക്കുകയാണ്. പക്ഷെ അങ്ങനെയല്ല. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പേരുകളാണ് ഈ 99 പേരുകൾ. അത് ഒരാൾക്ക് ഇടുന്നുണ്ട് എങ്കിൽ അതിൽ ആ ഒരു ഇസ്മിൻ്റെ അർത്ഥം എന്താണോ ആ ഒരു അർത്ഥത്തിൻ്റെ ആ ഒരു സ്വഭാവ മഹിമ അള്ളാഹു തആല അവനിക്കും കൊടുക്കും. ഇപ്പോൾ അള്ളാഹുവിൻ്റെ ഇസ്മുകളിൽപ്പെട്ട ഒരു പേരാണ് കരീം. യാ കരീമു യാ അള്ളാഹ്. കരീം എന്ന് പറഞ്ഞാൽ മാന്യൻ എന്നാണ് അതിൻ്റെ അർത്ഥം. മാന്യൻ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഞാൻ എൻ്റെ കുട്ടിക്ക് അള്ളാഹുവിൻ്റെ ഈ 99 പേരുകളിൽപ്പെട്ട ഏതെങ്കിലും ഒരു പേര് ഇടുകയാണ്, അവൻ്റെ പേരായിട്ട് ഞാൻ ഇത് സെലക്ട് ചെയ്യുകയാണ്. അപ്പോൾ എൻ്റെ മനസ്സിലുണ്ട്, അള്ളാഹുവേ നിൻ്റെ പേരാണ് ഞാൻ ഇടുന്നത്, കരീം എന്ന പേരാണ് ഞാൻ ഇടുന്നത്, അതുകൊണ്ട് നീ മാന്യനാണ്, എൻ്റെ മകനെയും നീ മാന്യനാക്കണേ എന്ന് മനസ്സിൽ കരുതി, അതായത് ആ ഇസ്മിൻ്റെ അർത്ഥം മനസ്സിലാക്കി ഇതുപോലെ ഈ ഇസ്മിൻ്റെ അർത്ഥം പോലെ നല്ല സ്വഭാവത്തിൻ്റെ ഉടമയാക്കി എൻ്റെ മകനെ മാറ്റണേ എന്ന് നമ്മൾ മനസ്സിൽ കരുതിയിട്ട് ആ പേര് നമ്മുടെ മക്കൾക്ക് ഇട്ടാൽ അതുപോലെയാകും. നമ്മുടെ മക്കൾക്ക് അള്ളാഹുവിൻ്റെ ഈ 99 പേരുകളിൽ ഏതെങ്കിലും ഒരു പേരിട്ടാൽ വെറുതെ ഇടരുത്. ഇപ്പോൾ കരീം വെറും കരീമല്ല, അബ്ദുൽ കരീമാൻ. അതായത് കരീം എന്നത് അള്ളാഹിൻ്റെ പേരാണ്. അപ്പോൾ അബ്ദുൽ കരീം, കരീമായ അള്ളാഹുവിൻ്റെ അടിമ. അല്ലെങ്കിൽ മജീദ്, അബ്ദുൽ മജീദ് എന്നാണ് നമ്മൾ ഇടേണ്ടത്. മക്കൾക്ക് പേരിടുമ്പോൾ അബ്ദുൽ മജീദ് എന്നാണ്. ഇനി ഒരാളെ നമ്മൾ വിളിക്കുകയാണെങ്കിലും അങ്ങനെ വിളിക്കണമെന്നാണ്. ഇപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ എത്രയോ അബ്ദുൽ ഖാദർ എന്ന് പേരുള്ള ആളുകളുണ്ട്, അല്ലെങ്കിൽ അബ്ദുറഹ്മാൻ എന്ന് പേരുള്ള ആളുകളുണ്ട്. നമ്മൾ അബ്ദുറഹ്മാൻ എന്ന് പേരുള്ള ആളുകളെ അബ്ദുറഹ്മാനെ എന്നല്ലല്ലോ വിളിക്കുക. നമ്മൾ അബ്ദുറഹ്മാൻ ചുരുക്കി അന്ത്രു എന്ന് വിളിക്കാറുണ്ട്. അതുപോലെ തന്നെ മജീദ് എന്ന പേരുള്ള, കരീം എന്ന പേരുള്ള ആളുകളെ നമ്മൾ കരീം, മജീദ് എന്നൊക്കെയാണ് വിളിക്കാറ്. പക്ഷെ സത്യത്തിൽ അങ്ങനെയല്ല. അബ്ദുൽ മജീദ് അല്ലെങ്കിൽ അബ്ദുൽ കരീം, അബ്ദുൽ ഷുക്കൂർ, അങ്ങനെയൊക്കെയാണ് നമ്മൾ വിളിക്കേണ്ടത്. അപ്പോൾ അത് മറന്നു പോവണ്ട കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്നത് യാ വഹാബ് യാ അല്ലാ എന്ന അള്ളാഹുവിൻ്റെ ആ പേര്, അതിൻ്റെ ശ്രേഷ്ഠത കേട്ടോ. ഇനി പറയുന്ന കാര്യങ്ങളൊക്കെ മഹാനായ യൂസുഫുൻ നബഹാനി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ കിതാബാകുന്ന സആദത്തുദ്ദാറൈൻ എന്ന കിതാബിൽ പറയുന്ന കാര്യങ്ങളാണ്. പിന്നെ ഈ യാ വഹാബ് എന്ന് പറയലാണോ അതോ യാ വഹാബു യാ അല്ലാ എന്ന് പറയലാണോ ശ്രേഷ്ഠത? ഇപ്പം അള്ളാഹിൻ്റെ നമ്മൾ 99 പേര് പറയുന്നു, അസ്മാഉൽ ഹുസ്ന പറയുകയാണ്. യാ റഹ്മാൻ, യാ റഹീം, യാ മലിക്കു, യാ ഖുദ്ദൂസ്, യാ സലാമു, യാ മുഅ്മിനു എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് യാ റഹ്മാനു യാ അല്ലാ, യാ റഹീമു യാ അല്ലാ, യാ മലിക്കു യാ അല്ലാ, യാ ഖുദ്ദൂസ് യാ അല്ലാ, യാ സലാമു യാ അല്ലാ, യാ മുഅ്മിനു യാ അല്ലാ, യാ മുഹൈമിനു യാ അല്ലാ. അല്ലാ എന്ന് ചേർത്ത് പറയലാണ് ഏറ്റവും ശ്രേഷ്ഠത. ഏറ്റവും പ്രതിഫലം കൂടുതൽ കിട്ടുന്നത് അങ്ങനെ പറയലാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അങ്ങനെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ അസ്മാഉൽ ഹുസ്ന പറയുന്നവരെ യാ വഹാബ് എന്ന ആ ഒരു വാക്കിൻ്റെ അർത്ഥം തിരികെ ഒരു ഉപകാരവും പ്രതീക്ഷിക്കാതെ ഒരുപാട് ദാനം ചെയ്യുന്നവൻ എന്നാണ് വഹാബ് എന്ന വാക്കിൻ്റെ അർത്ഥം. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മുടെ അയൽവാസിയായ ഒരാളുടെ മകൻ്റെയോ മകളുടെയോ നിക്കാഹ്, കല്യാണം വരുന്നു, അല്ലെങ്കിൽ മറ്റൊരാളുടെ വീട് താമസം, അതിന് നമ്മളൊരു 500 രൂപ കൊണ്ടുപോയി കൊടുത്തു. നമ്മുടെ മനസ്സിൽ എന്താ, എൻ്റെ മകളുടെ കല്യാണത്തിലും അതെനിക്ക് തിരിച്ച് കിട്ടും അല്ലെങ്കിൽ കിട്ടണം. നമ്മൾ നമ്മുടെ അയൽവാസിയായ ഒരാളുടെ വീട് താമസത്തിന് ഒരു 500 രൂപ കൊടുത്തു, അല്ലെങ്കിൽ ഒരു ഗിഫ്റ്റ് കൊടുത്തു. നമ്മുടെ മനസ്സിൽ എന്താ, എൻ്റെ വീടിൻ്റെ അല്ലെങ്കിൽ എൻ്റെ മകൻ്റെ വീടിൻ്റെ പാല് കാച്ചലിന്, വീട് താമസത്തിന് ഞാൻ വിളിക്കുന്ന സമയത്ത് ഇതുപോലെ തന്നെ എനിക്ക് തിരിച്ചു തരണം എന്നാണ് പറയുന്ന എൻ്റെയും കേൾക്കുന്ന നമ്മുടെയൊക്കെ മനസ്സിലുണ്ടാവാറുള്ളത്. സാധാരണ അങ്ങനെയാണ് അല്ലേ, മനുഷ്യനാണ്, അങ്ങനെയാണ് നമ്മുടെ മനസ്സിലുണ്ടാവുക. പക്ഷേ ഇവിടെ അള്ളാഹുവിനെ പറ്റി പറഞ്ഞത് യാ വഹാബ് എന്ന പേരിൻ്റെ അർത്ഥം പറയുന്നത് തിരികെ ഒരു ഉപകാരവും പ്രതീക്ഷിക്കാതെ ഒരുപാട് ദാനം ചെയ്യുന്നവനെന്നാണ്. അള്ളാഹു നമുക്ക് എത്രയോ സഹായങ്ങൾ തരുന്നു അല്ലെ, നമുക്ക് വെള്ളം തരുന്നു, ഭക്ഷണം തരുന്നു, എത്രയോ അനുഗ്രഹങ്ങൾ തരുന്നു. ഇതൊന്നും നമ്മളിൽ നിന്നും അള്ളാഹു ഒന്നും പ്രതീക്ഷിക്കുന്നില്ല.
അള്ളാഹുവിൽ നിന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നു, നമ്മളിൽ നിന്നും അള്ളാഹു ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. അതായത് ലോകത്തിലുള്ള മുഴുവൻ മനുഷ്യരും അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്നു, അള്ളാഹുവിന് വഴിപ്പെടുന്നു എങ്കിൽ അള്ളാഹ്ക്ക് ഒരു നേട്ടവുമില്ല. ഇനി ലോകത്തുള്ള എല്ലാവരും അള്ളാഹുവിന് എതിര് പ്രവർത്തിക്കുകയാണ്, എന്നാൽ അള്ളാഹുവിനൊന്നും സംഭവിക്കുന്നില്ല. അപ്പൊ നമ്മൾ നിസ്കരിച്ചത് കൊണ്ടൊന്നുമല്ല അള്ളാഹു താല ജീവിച്ചിരിക്കുന്നു. നമ്മൾ നിസ്കരിച്ചാലും ഇല്ലെങ്കിലും അള്ളാഹു താലക്ക് ഒരു കുഴപ്പമില്ല. പക്ഷേ കുഴപ്പം നമുക്കാണ്. നിസ്കരിച്ചില്ലെങ്കിൽ കുഴപ്പം നമുക്കാണ്, നിസ്കരിച്ചാൽ നേട്ടവും നമുക്കാണ്. അപ്പൊ യാ വഹാബ് എന്ന പേരിന്റെ അർത്ഥം തിരികെ ഒരു ഉപകാരവും പ്രതീക്ഷിക്കാതെ ഒരുപാട് ദാനം ചെയ്യുന്നവൻ എന്നാണ്. ഇനി ഇതിന്റെ നേട്ടം കേട്ടോ. മഹത്തുക്കളായ പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തരുകയാണ്, ഒരു മനുഷ്യൻ ദുഹാ നമസ്കാരത്തിൽ ദുഹാ നമസ്കാരത്തിന്റെ അവസാന റക്അത്തിലെ അവസാന സുജൂദിൽ യാ വഹാബ് എന്ന് ആവർത്തിച്ചു പറഞ്ഞാൽ ദുഹാ നിസ്കാരവുമായി ബന്ധപ്പെട്ട് വിശദമായ ചർച്ച. ദുഹാ നിസ്കാരത്തിന്റെ സമയം, അതിൻ്റെ രൂപം, അതിൻ്റെ നിയ്യത്ത്, അതിൻ്റെ റക്അത്ത്, അതിൻ്റെ സൂറത്ത്, അത് എങ്ങനെയാണ് നിർവഹിക്കേണ്ടത്, A to Z കാര്യങ്ങൾ പറഞ്ഞ ഒരു വീഡിയോ മുമ്പ് നമ്മൾ നമ്മുടെ ചാനലിൽ ഇറക്കിയിട്ടുണ്ട്. നമ്മൾ ഈ തൊട്ട് 1-2 ദിവസങ്ങൾക്ക് മുമ്പ് അത് നിങ്ങൾ സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും. അപ്പോൾ ഈ ളുഹാ നിസ്കാരം കുറഞ്ഞത് 2 റക്അത്ത്, കൂടിയത് 12 റക്അത്ത് വരെ നിസ്കരിക്കാമെന്ന് നമ്മൾ അതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എത്രയാണോ നമ്മൾ ളുഹാ നിസ്കരിക്കുന്നത്, ആ ളുഹാ നമസ്കാരത്തിന്റെ അവസാനത്തെ റക്അത്ത്, 2 റക്അത്ത് ആണെങ്കിൽ 2ാമത്തെ റക്അത്ത്, 4 റക്അത്ത് നിസ്കരിക്കുകയാണെങ്കിൽ 4ാമത്തെ റക്അത്ത്, ഇനി 12 റക്അത്ത് നിസ്കരിക്കുകയാണെങ്കിൽ 12ാമത്തെ റക്അത്തിലെ അവസാനത്തെ സുജൂദിൽ കിടന്നിട്ട് നമ്മൾ യാ വഹാബു യാ അല്ലാഹ്, യാ വഹാബു യാ അല്ലാഹ്, യാ വഹാബു യാ അല്ലാഹ് എന്നിങ്ങനെ ആവർത്തിച്ച് 11 പ്രാവശ്യമോ അല്ലെങ്കിൽ 33 പ്രാവശ്യമോ നമ്മളെ കൊണ്ട് പറ്റുന്ന രൂപത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ മഹത്തുക്കളായ പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തരുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിക്ക് ബറക്കത്തിന്റെ, ഐശ്വര്യത്തിന്റെ എല്ലാ വാതിലുകളും തുറന്നു കൊടുക്കുന്നതാണ്. മാത്രമല്ല ജനങ്ങളുടെ ഹൃദയത്തിൽ അവനോട് ആദരവും അതുപോലെ ദയയും ബഹുമാനവും അല്ലാഹു ഇട്ടുകൊടുക്കുന്നതാണ്. മാത്രമല്ല 3ാമത്തെ പ്രതിഫലം, അല്ലാഹുവിന്റെ അടുക്കൽ വലിയ സ്വീകാര്യത ഉള്ളവനായി ഇവൻ മാറുന്നതുമാണ്. എപ്പോഴാണ്? ദുഹാ നമസ്കാരം. ഏത് നമസ്കാരത്തിലും പറയാം, പക്ഷെ ഇവിടെ മഹത്തുക്കൾ പറയുന്നു ദുഹാ നിസ്കാരത്തിലാണ്. ദുഹാ നിസ്കാരത്തിന്റെ അവസാനത്തെ റക്അത്തിലെ അവസാനത്തെ സുജൂദിൽ യാ വഹാബ് യാ അല്ലാഹ് എന്ന് പറ്റുന്നത് പോലെ 1, 2, 3, 4 എത്രയാണോ നമുക്ക് പറ്റുന്നത് അത്രയും പെട്ടെന്ന് നമ്മളത് പറഞ്ഞാൽ യാ വഹാബ് യാ അല്ലാഹ്, യാ വഹാബ് യാ അല്ലാഹ് മനസ്സിലിങ്ങനെ കൊണ്ടുവരണം. നമ്മുടെ പ്രയാസങ്ങൾ, പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ മാറണം എന്നുള്ള ചിന്ത നമ്മൾ കൊണ്ടുവന്നാൽ 3 പ്രതിഫലമുണ്ട്. 3 നമ്മളിവിടെ പറഞ്ഞു കഴിഞ്ഞു. മഹാനായ ഇമാം ശിബിലി റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യം, ഒരു സംഭവം. വലിയ ഒരു പണ്ഡിതനായിരുന്നു അബൂ അലിയു സഖഫി റഹ്മത്തുള്ളാഹി അലൈഹി. അബൂ അലിയു സഖഫി റഹ്മത്തുള്ളാഹി അലൈഹിയോട് അവിടുത്തെ ശിഷ്യന്മാർ ചോദിക്കുകയാണ്, ഉസ്താദെ, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പറയുന്ന, അധികമായി ചൊല്ലുന്ന ഇസ്മ ഏതാണ് എന്ന് ചോദിച്ചപ്പോൾ ശിഷ്യന്മാർക്ക് മറുപടിയായി മഹാനവറുകൾ പറഞ്ഞത്, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പറയുന്നതും പറയാൻ ആഗ്രഹിച്ചതുമായ ഒരു ഇസ്മ യാ വഹാബു യാ അല്ലാഹ്, യാ വഹാബു യാ അല്ലാഹ് എന്ന ഇസ്മാണ്. ഈ ഒരു ഇസ്മ നിത്യമാക്കാൻ തുടങ്ങിയപ്പോൾ അള്ളാഹു വലിയ ധനികനാക്കി മാറ്റി. ധനികൻ എന്ന് പറഞ്ഞാൽ അത് സാമ്പത്തികമായ, നമുക്ക് ദുന്യവിയായ സാമ്പത്തികമായ നേട്ടമുണ്ടാവലാവട്ടെ, അല്ലെങ്കിൽ ആഖിറത്തിൽ വലിയ നേട്ടം, ഒരുപാട് ഇബാദത്ത് ചെയ്യാനുള്ള ഒരു തോന്നൽ, ഒരു ആരോഗ്യം, അത്. അപ്പൊ ധനികനാക്കി എന്ന് പറഞ്ഞാൽ ആത്മീയപരമായ ധനികനാക്കി എന്നാവാം, അല്ലെങ്കിൽ ദുന്യവിയായ ധനികനാക്കി എന്നുമാവാം. അപ്പൊ എന്തായാലും വലിയ സാമ്പത്തിക ഭദ്രത അല്ലെങ്കിൽ ആത്മീയമായ ഉന്നതി കിട്ടാൻ യാ വഹാബ് യാ അല്ലാഹ് എന്ന ഇസ്മ വളരെ ധാരാളമായി നമ്മൾ പറയേണ്ടതുണ്ട്. വീണ്ടും മഹത്തുക്കളായ പണ്ഡിതന്മാർ പറയുന്നു, ഒരു മനുഷ്യൻ അവൻ യാ വഹാബു യാ അല്ലാഹ് എന്ന ഇസ്മ, യാ വഹാബു യാ അല്ലാഹ്, യാ വഹാബു യാ അല്ലാഹ്, യാ വഹാബു യാ അല്ലാഹ് എന്ന് അയാൾ ഇങ്ങനെ ആവർത്തിച്ചിങ്ങനെ പറയുകയാണ്. അങ്ങനെ ആവർത്തിച്ച് പറഞ്ഞിട്ട് ഒരു ദുആ അവൻ 6 പ്രാവശ്യം പറഞ്ഞാൽ, ഒരു ദുആ അവൻ 6 പ്രാവശ്യം പറഞ്ഞാൽ അവന്റെ ദുആ അല്ലാഹു സ്വീകരിക്കും, അത് ഉറപ്പാണ്. നിരവധി അനുഭവങ്ങൾ മഹത്തുക്കളായ പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ യാ വഹാബ് യാ അല്ലാഹ് എന്ന് ആവർത്തിച്ച് നമ്മളിങ്ങനെ പറയുക. പറഞ്ഞിട്ട് ഒരു ദുആ, ഏതാണ് ആ ദുആ? അല്ലാഹുമ്മ ഹബിലി മിൻ റഹ്മതിക മാ ലാ യുംസികുഹു അഹദുൻ ഗൈറുക, അല്ലാഹുമ്മ ഹബിലി മിൻ റഹ്മതിക മാ ലാ യുംസികുഹു അഹദുൻ ഗൈറുക. അല്ലാഹുവേ പടച്ചവനെ, നിന്റെ റഹ്മത്ത്, നിന്റെ കരുണയിൽ നിന്നും
എനിക്ക് നീ ഓശാരമായി തരണേ അല്ലാ. അല്ലാഹുവേ, നീയല്ലാതെ വേറെ ആരും എനിക്ക് തരാനില്ല. നിന്റെ റഹ്മത്ത് തരാൻ നീയല്ലാതെ മറ്റാരുമില്ല. നീ നിന്റെ റഹ്മത്ത് തടഞ്ഞാൽ വേറെ ആരും നിന്റെ കാരുണ്യം എനിക്ക് തരാനില്ല റബ്ബേ എന്ന ദുആ. അല്ലാഹുമ്മ ഹബിലി മിൻ റഹ്മതിക മാ ലാ യുംസികുഹു അഹദുൻ ഗൈറുക എന്ന ദുആ ഒരാൾ 6 പ്രാവശ്യം പറഞ്ഞ് എന്നിട്ട് അവൻ ദുആ ചെയ്താൽ അല്ലാഹു അവന്റെ ദുആ സ്വീകരിക്കുന്നതാണ്. ഉമ്മമാരെ, മുഅ്മിനീങ്ങളെ, ഉപ്പമാരെ, ഇത് മനസ്സിലാക്കി വെക്കണേ. വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു തആല പറയുന്നുണ്ട് ഒരു ആയത്ത്. ഏതാണ് ആയത്ത്? റബ്ബനാ ലാ തുസിഉ ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മതൻ ഇന്നക അൻതൽ വഹ്ഹാബ്. വിശുദ്ധമായ ഖുർആനിൽ ഒരു ആയത്താണ്. ഏതായത്ത്? റബ്ബനാ ലാ തുസിഉ ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മതൻ ഇന്നക അൻതൽ വഹ്ഹാബ്. അല്ലാഹുവേ, ഞങ്ങളൊക്കെ നീ മുസ്ലിമാക്കിയിട്ടുണ്ട്. മുസ്ലിമാക്കിയതിന് ശേഷം ഞങ്ങളുടെയൊക്കെ ഹൃദയത്തിൽ ഈമാൻ നൽകിയതിന് ശേഷം ഞങ്ങളുടെ ഈമാനിന് നീ ഊരി മാറ്റല്ലേ അല്ലാ, ഊരി മാറ്റല്ലേ റബ്ബേ എന്നർത്ഥം വരുന്ന ഈ ആയത്ത് ഒരു മനുഷ്യൻ എല്ലാ ഫർദ് നമസ്കാരത്തിന് ശേഷവും 7 പ്രാവശ്യം ഓതിയാൽ, 7 പ്രാവശ്യം അവൻ പറഞ്ഞാൽ, ഈ ഒരു ദുആ 7 പ്രാവശ്യം പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിക്ക് ഈമാൻ ഉറപ്പിച്ചു കൊടുക്കുകയും നിഫാഖിൽ നിന്നും അതുപോലെ കുഫറിൽ നിന്നും അല്ലാഹു അവനിക്ക് സംരക്ഷണം കൊടുക്കും. കാരണം ഈ ആയത്തിന്റെ ഏറ്റവും അവസാനം പറയുന്ന വാക്ക് ഇന്നക അൻതൽ വഹ്ഹാബ്. അല്ലാഹുവേ, നിശ്ചയമായും നീ വഹ്ഹാബാകുന്നു, വഹ്ഹാബാകുന്നു. അതായത് ആ ഒരു ഇസ്മിന്റെ പവറെ, വഹാബ് എന്നായ ഒരു ഇസ്മിന്റെ പവർ അല്ലാഹുവേ, അതായത് ഈ ഒരു ദുആ റബ്ബനാ ലാ തുസിഉ ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മതൻ ഇന്നക അൻതൽ വഹാബ് എന്ന ഈ ഒരു ആയത്ത് നമ്മൾ 7 പ്രാവശ്യം ആവർത്തിച്ച് എല്ലാ നിസ്കാരത്തിന് ശേഷം പറ്റുന്നത് പോലെ പറയുക. പറഞ്ഞാൽ ഈമാൻ ഉറക്കും, നിഫാഖിൽ നിന്നും കുഫറിൽ നിന്നൊക്കെ വലിയ രക്ഷയുണ്ടാകും. ഇനിയോ യാ വഹാബ് എന്ന ഇസ്മിന്റെ എണ്ണം 20 ആണ്. ഈ അലിഫ് മുതൽ യാ വരെയുള്ള അറബി അക്ഷരങ്ങൾ ഓരോ അക്ഷരത്തിനും വ്യത്യസ്തമായ എണ്ണങ്ങളുണ്ട്, വ്യത്യസ്തമായ എണ്ണങ്ങളാണ്. യാ വഹാബ് എന്ന ഇസ്മിന്റെ എണ്ണം 20 ആണ്. ഈ 20 എണ്ണം എല്ലാ ഫർദ് നമസ്കാരത്തിന് ശേഷം പതിവാക്കിയാൽ നമ്മൾ ഇതുവരെ പറഞ്ഞ എന്തെല്ലാം നേട്ടങ്ങളുണ്ടോ അത് മുഴുവനും അല്ലാഹു തരും. അപ്പോൾ എല്ലാ ഫർദ് നമസ്കാരങ്ങൾക്ക് ശേഷം 20 പ്രാവശ്യം വീതം യാ വഹാബ് യാ അല്ലാ, യാ വഹാബ് യാ അല്ലാ, യാ വഹാബ് യാ അല്ലാ, യാ വഹാബ് യാ അല്ലാ, യാ വഹാബ് യാ അല്ലാ എന്ന് നമ്മളിങ്ങനെ ആവർത്തിച്ച് എല്ലാ നമസ്കാരത്തിന് ശേഷം പറഞ്ഞാൽ കുഫറിൽ നിന്ന് രക്ഷ കിട്ടും, അതുപോലെ നിഫാഖിൽ നിന്ന് രക്ഷ കിട്ടും, നമ്മുടെ ഈമാൻ പാറ പോലെ ഉറക്കും, അള്ളാഹുവിന്റെ വലിയ സഹായവും അതുപോലെ കരുണയും എപ്പോഴും ഉണ്ടാകും, അതുപോലെ തന്നെ ഐശ്വര്യവാനായി മാറും, സാമ്പത്തികമായ ഭദ്രതയുണ്ടാകും, ജനങ്ങളുടെ മനസ്സിൽ നമ്മളോട് ഒരു ഇഷ്ടമുണ്ടാകും. ഇതൊക്കെ ഈ ഒരു ഇസ്മ 20 വട്ടം എല്ലാ നമസ്കാരത്തിന് ശേഷം പറഞ്ഞാൽ കിട്ടുന്നതാണ്. അപ്പോൾ യാ വഹാബ് യാ അല്ലാ എന്ന ഇസ്മിന്റെ നേട്ടങ്ങൾ, അതിന്റെ പ്രതിഫലങ്ങൾ, അതിന്റെ അർത്ഥം, അതിന്റെ എത്ര പ്രാവശ്യമാണ് പറയേണ്ടത്, നിരവധി കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറഞ്ഞല്ലോ വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹാ. വിശുദ്ധമായ സൂറത്തുൽ അറാഫിന്റെ 170ാമത്തെ ആയത്താണ്. അല്ലാഹുവിന് ധാരാളം ഇസ്മുകളുണ്ട്. ആ ഇസ്മുകൾ പറഞ്ഞിട്ട് നിങ്ങൾ ദുആ എന്നാൽ അല്ലാഹു ആ ദുആ സ്വീകരിക്കും. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് മുഅ്മിനീങ്ങളെ ഈ യാ വഹാബ് യാ അല്ലാ എന്ന ഇസ്മിന്റെ അതിശ്രേഷ്ഠതകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇത് ജീവിതത്തിൽ നിത്യമാക്കാൻ ഈ പറഞ്ഞ എനിക്കും കേട്ട നിങ്ങൾക്കും അല്ലാഹു തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.